നമസ്കാരം. ശ്രേഷ്ഠ നക്ഷത്രങ്ങൾ 12 രാശികളിലായി സൂര്യ നവഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഭാവങ്ങൾ മാറുന്ന 27 ജന്മനക്ഷത്രങ്ങളിലാണ് നിങ്ങളുടെ വിധിയുടെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. ജന്മനക്ഷത്രം നിങ്ങളുടെ വിധിയുടെ ഗ്രഹരഹസ്യങ്ങൾ ഗ്രഹിക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. ജന്മനക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം, സ്വഭാവ വിശേഷങ്ങൾ എന്നിവയും പലപ്പോഴും അതിൽ കൂടുതലും മനസ്സിലാക്കുന്നതിന് ജന്മനക്ഷത്രം സഹായിക്കുന്നു. ചില നക്ഷത്രങ്ങൾ കാൽദോഷങ്ങൾ, ജന്മദോഷങ്ങൾ എന്നിവ ഉള്ളവയായിരിക്കും. എന്നാൽ ചിലത് അത്ര ശുഭകരമല്ലെങ്കിലും ചിലത് ജനനത്തിന് വളരെ അനുകൂലമായ ശ്രേഷ്ഠ നക്ഷത്രങ്ങളായി പരിഗണിക്കുന്നു. 27 നക്ഷത്രക്കാരിൽ ഏറ്റവും മികച്ച നക്ഷത്രക്കാരുണ്ടെന്ന് ചുരുക്കം. ഇതിൽ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ഏറ്റവും അനുയോജ്യമായ ചില നക്ഷത്രങ്ങളുണ്ട്. പണ്ഡിതന്മാർ രാശിചിഹ്നങ്ങളെ 27 വ്യത്യസ്ത നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചന്ദ്ര നക്ഷത്ര സമൂഹങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രവും കൃത്യമായി 13 ഡിഗ്രിയും 20 മിനിറ്റും ഉൾക്കൊള്ളുന്നതാണ്. ജ്യോതിഷികൾ അശ്വതി നക്ഷത്രത്തിൽ നിന്ന് നക്ഷത്രം കണക്കുകൂട്ടാൻ തുടങ്ങുകയും വൃത്താകൃതിയിൽ 0 മുതൽ 30 ഡിഗ്രി വരെ എത്തുന്ന രേവതി നക്ഷത്രത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനനം പ്രത്യേകമായ ശ്രേഷ്ഠ നക്ഷത്രത്തിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ സിസേറിയൻ തിരഞ്ഞെടുക്കുന്നവർ ധാരാളമുണ്ട്. ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഇതിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രേഷ്ഠമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള ജന്മദോഷങ്ങളും മറ്റു നക്ഷത്രദോഷങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നീ 3 ഭാവങ്ങളിൽ ഉള്ള എല്ലാ നക്ഷത്രങ്ങളും ജനനത്തിന് മികച്ചതാണെങ്കിലും നേരത്തെ പരാമർശിച്ച പോലെ ചിലത് മറ്റുള്ളവയേക്കാൾ അല്പം ശ്രേഷ്ഠമേറിയതാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്ന ജനനത്തിനുള്ള ഏറ്റവും ശുഭകരമായ 4 നക്ഷത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. 1. അശ്വതി നക്ഷത്രം. രാശിചക്രത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്രനക്ഷത്ര സമൂഹമായതിനാൽ അശ്വതി നക്ഷത്രക്കാർ ശക്തിയും അന്തസ്സും ഉള്ളവരാണ്. അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ നടത്തുന്നതായിരിക്കും. ഇതുകൂടാതെ ഇവരിൽ പലപ്പോഴും വ്യത്യസ്തമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും നിറഞ്ഞ പ്രവർത്തന ശൈലിയും കാണുവാൻ സാധിക്കുന്നു. ജനനത്തിനുള്ള ഏറ്റവും മികച്ച നക്ഷത്രങ്ങളിൽ ഒന്നാണ് അശ്വതി നക്ഷത്രം. ഏത് ജോലിയും പൂർത്തിയാക്കുവാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിരിക്കും. എന്നാൽ അശ്വതി നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം കേതു ആയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർ. 2. ഭരണി നക്ഷത്രം. വളരെ സത്യസന്ധതയോടെ പെരുമാറുന്നവരാണ് ഇവർ. മഹത്തരമായ പല പ്രവൃത്തികളും ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും. രാശിചക്രത്തിലെ 2ാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രം അതിൻ്റെ ഭഗവാനായ ശുക്രൻ്റെ ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നു. പരിപോഷണവും സൃഷ്ടിയും പോലുള്ള സ്ത്രീ സ്വഭാവങ്ങളെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജനനത്തിന് ഏറ്റവും അനുകൂലമായ നക്ഷത്രങ്ങളിൽ ഒന്നായി ഭരണിയെ കണക്കാക്കുന്നു. ഭരണി നക്ഷത്ര ജാതർ വളരെയധികം ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. ഒരിക്കലും മറ്റുള്ളവർ പറയുന്നതിനെ അനുസരിക്കാതിരിക്കുന്നതിനും അവനവന് ശരിയാണ് എന്ന് തോന്നുന്നത് ചെയ്യുന്നതിനും ഇവർ ശ്രമിക്കുന്നു. 3. പൂയം നക്ഷത്രം.
രാശിചക്രത്തിലെ 8ാമത്തെ ചാന്ദ്രരാശിയാണ് പൂയം നക്ഷത്രം. എല്ലാ ചാന്ദ്ര നക്ഷത്ര സമൂഹങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും തിളക്കമായ മനസ്സാണ് ഉള്ളത്. ഒരു നല്ല കരുതലും മറ്റുള്ളവർക്ക് വഴങ്ങുന്ന വ്യക്തിയുമായിരിക്കും. ജനന സമയത്ത് ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങളിൽ ഒന്നായാണ് പൂയം നക്ഷത്രത്തെ കണക്കാക്കുന്നത്. ഭഗവാൻ ശനി ഭരിക്കുന്നതിനാൽ പൂയം നക്ഷത്രക്കാർ സ്വന്തം കർമ്മങ്ങൾക്കുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. പൂയം നക്ഷത്രജാതർ ആത്മീയ പ്രവർത്തനങ്ങളിലും ബന്ധങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. ഇതുകൂടാതെ ഇവർക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഊർജവും ശക്തിയും നൽകുകയും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരിക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും ഇവർ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് വിദഗ്ധമതം. 4. മകം നക്ഷത്രം. രാശിചക്രത്തിലെ 10ാമത്തെ നക്ഷത്രമാണിത്. കേതുവാണ് മകം നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം. മാന്യവും രാജകീയവുമായ സ്വഭാവത്തോടെയാണ് ഇവർ ജീവിക്കുന്നത്. ഏതു കാര്യത്തിലും മികച്ച പ്രകടനം ഇവർ കാഴ്ചവെക്കുന്നു. മകം നക്ഷത്രത്തിന് ദേവന്മാർക്ക് പകരം ഈ ചന്ദ്രനക്ഷത്ര സമൂഹത്തെ ഭരിക്കുന്നത് പിതൃക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് പൂർവികരുടെ പ്രവൃത്തികളുമായി തീവ്രവും നേരിട്ടുള്ളതുമായ ബന്ധമുണ്ടാവുന്നുണ്ട്. മറ്റുള്ളവരോട് വളരെയധികം ആത്മാർത്ഥതയോടെയാണ് മകം നക്ഷത്ര ജാതർ പെരുമാറുന്നത്. കൂടാതെ ജീവിതത്തിലുണ്ടാവുന്ന ഊർജം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് തികഞ്ഞ ഒരു മാതൃകയായിരിക്കും. ഇതുകൂടാതെ മറ്റുള്ളവരെ വഴി കാണിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും മകം നക്ഷത്ര ജാതർ വളരെയധികം ശ്രദ്ധ കാണിക്കാറുണ്ട്. അശ്വതി, ഭരണി, പൂയം, മകം എന്നീ ശ്രേഷ്ഠ നക്ഷത്രങ്ങളും അവയുൾപ്പെടുന്ന രാശിയും മികച്ച ഗ്രഹനിലയും തങ്ങളുടെ സന്താനങ്ങൾക്ക് ലഭിക്കുവാനായി സാധാരണയായി സിസേറിയൻ തീയതി തിരഞ്ഞെടുക്കുമ്പോൾ ദിവസം, തീയതി, നക്ഷത്ര സമയം എന്നിവയെല്ലാം തന്നെ പരിഗണിക്കാറുണ്ട്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.